ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ചെറിയ ബോട്ടിലും കൂടെ ജൂട്ടിൻ്റെ ത്രെഡ് അതാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ബോട്ടിലിൻ്റെ സൈഡിൽ ജൂട്ടിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ച് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുമേ. അപ്പോൾ ത്രെഡ് ഒട്ടിച്ച് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ജൂട്ട് ഒട്ടിച്ച് അല്ലെങ്കിൽ ജൂട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താലും വളരെ നല്ല ഭംഗിയാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ ജൂട്ട് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു തുടക്കം മാത്രമാണ്. എല്ലാവരും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സഹായിക്കണം കേട്ടോ. ഞാൻ ഫ്ലവർ വേസ് ഒന്ന് ചെറുതായിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് യൂസ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ട് റൗണ്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു ചെറിയ ഫ്ലവർ പോലെ ഒന്ന് സ്പൈറലാക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാമേ. ചെറുതായിട്ടൊന്ന് ഫോളോ ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ തന്ന് ഒന്ന് സഹായിക്കണേ. ഫ്ലവർ വേസിൻ്റെ ഏകദേശം പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒരു ഫ്ലവർ വേസിൻ്റെ ലുക്കൊക്കെ ഇല്ലേ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ച കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിന് താഴോട്ട് ഗ്രീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഗ്രീൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് കുറച്ചേ ഉള്ളൂ എങ്കിലും നമ്മൾ ഫ്ലവർ വേസിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മളിന്ന് ആ ഫ്ലവർ വേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവാണേ. നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഈ ഫ്ലവേഴ്സൊക്കെ അതിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ആ പീസ് അതിലൊട്ടിച്ച് വെച്ച് അതിന് മേളിൽ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തെർമോക്കോളിന് പകരം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസോ മറ്റ് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലേ? അടുത്ത ഒരു ഐറ്റമായി അടുത്ത വീഡിയോയിൽ കാണാം.